ഹായ് ഗൈസ്, എന്തൊക്കെയാണ്? ഇന്ന് നമ്മൾ റമദാൻ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നവർക്കുള്ള ഡയറ്റ് പ്ലാനാണ്. മുമ്പ് നമ്മൾ വെയിറ്റ് ലോസിൻ്റെ ഒരു ഡയറ്റ് പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വെയിറ്റ് ഗെയിനിന് റമദാനിന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുക. അപ്പോൾ റമദാനിന് വെയിറ്റ് ഗെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ബട്ട് മാക്സിമം നമുക്ക് കലോറി അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കണം. എന്നാലാണ് നമ്മളെ വെയിറ്റ് നിലനിർത്താനും പറ്റുള്ളൂ, വെയിറ്റ് ഗെയിൻ ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ സാധ്യമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധ്യമാണ്. അപ്പോൾ നമ്മൾ അത്രയും കലോറി കൺസ്യൂം ചെയ്യണം, മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. അതേപോലെ നമ്മൾ എന്താ പറയുക, നമ്മൾ ഈ പകൽ ഈ ഫാസ്റ്റിങ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അത്രയും സ്റ്റോറേജ് നമ്മുടെ ശരീരത്തിൽ വേണം. അപ്പോൾ സ്റ്റോറേജ് ഇല്ലാത്ത പക്ഷം നമ്മളെ ബോഡിയിൽ നിന്നുള്ള ഫാറ്റിൽ നിന്നാണ് എനർജിയിലേക്ക് കൺവേർട്ട് ആവുക. അപ്പോൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ മെയിനായിട്ട് എന്താണ് ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ലൈറ്റായിട്ടുള്ള വർക്കൗട്ടുകൾ ചെയ്യാം. അതും വർക്കൗട്ട് ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് നിങ്ങൾ ഫസ്റ്റ് ഒരു മീൽ കഴിഞ്ഞതിന് ശേഷം ഇഫ്താർ കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു അരമണിക്കൂർ വർക്കൗട്ട് ചെയ്താൽ മതി. അരമണിക്കൂർ ഇപ്പോൾ ജിമ്മിൽ പോകുകയാണെങ്കിൽ തന്നെ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ മാക്സിമം. അതും ലോ ആയിട്ട്, ഒരുപാട് ഇൻറ്റൻസ് ആയിട്ട് വർക്കൗട്ട് ചെയ്യാണ്ട് വളരെ ലോ ആയിട്ട് വർക്കൗട്ട് ചെയ്യുക. ഇനിയിപ്പോൾ വീട്ടിൽ നിന്ന് വർക്കൗട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഡംബിൾ ഉപയോഗിച്ചിട്ട് ഒരു 1/2 hour വർക്കൗട്ട് ചെയ്താൽ മതി. അതിൽ കൂടുതൽ വർക്കൗട്ട് ചെയ്യേണ്ട. അതും വീക്കിലി ഒരു 5 days വർക്കൗട്ട് ചെയ്യുക, 2 days റെസ്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ 3 days കണ്ടിന്യൂസ് ചെയ്യുക, ഒരു ദിവസം റെസ്റ്റ് കൊടുക്കുക, അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ. അപ്പം ഫുഡ് എന്തൊക്കെ കഴിക്കണം, എങ്ങനെ കഴിക്കണം ഞാൻ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ Instagram ID ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ, മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ റീപ്ലൈ ചെയ്യുന്നതായിരിക്കും. കോച്ച് ഷഫീഖ് എന്നാണ് പേര്. അപ്പോൾ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ പലരും നമ്മളെ ഫോളോ ഒന്നും ചെയ്യാതെ തന്നെ നിങ്ങൾ ചോദിക്കുന്നുണ്ട് ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ. ഞാൻ അതിന് മറുപടി തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ഹെൽപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ തിരിച്ച് എന്നെയും കൂടെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ നമ്മൾ ചാനലാണെങ്കിലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കൂടുതൽ കാണുന്നത്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ട് വീഡിയോസ് ചെയ്യാനുള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത്. അപ്പം കീപ് സപ്പോർട്ടിങ് മീ. അതേപോലെ ഇനിയും നമുക്ക് ഒരു വീഡിയോ കൂടെ ചെയ്യണം. അതായത് നോർമലി മസിൽ ബിൽഡ് ചെയ്യുന്നവർക്കുള്ള വീഡിയോ പെട്ടെന്ന് തന്നെ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് കേൾക്കുക. വെയിറ്റ് ഗെയിനിങ് എന്ന് പറയുന്നത് റമദാനിൽ എന്താ പറയുക, നമുക്കൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്താൽ അതേപോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ വെയിറ്റ് ഗെയിൻ ചെയ്യാനും സാധ്യത കൂടുതലാണ്. ഓക്കെ. സോ ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ എൻ്റെ അറിവിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വെയിറ്റ് ഗെയിൻ ചെയ്യാനാണ് ബുദ്ധിമുട്ടുന്നതെന്ന് തോന്നുന്നത്. കാരണം ഏറ്റവും കൂടുതൽ മെസ്സേജ് എനിക്ക് കിട്ടാറ് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുന്നവരാണ്. കാരണം മെയിൻ വെയിറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ബോഡി ഷെയ്മിങ് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങളെ അറിവിലുള്ള ആളുകൾക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ. അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ നമ്മൾ ഇനി മീലിലേക്ക് കടക്കാൻ പോവാണ്. നമ്മളപ്പോൾ അതായത് ഇഫ്താർ, നമ്മൾ നോമ്പ് തുറക്കുന്ന സമയം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് 2 ഗ്ലാസ് വെള്ളം കുടിക്കുക ആദ്യം. ഓക്കെ. 2 ഗ്ലാസ് വെള്ളം കുടിക്കുക. അതേപോലെ നമ്മളെപ്പോഴും കുറച്ച് ഫ്രൂട്ട്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. കട്ട് ഫ്രൂട്ട്സ് നമ്മൾ വീട്ടിലുണ്ടാകുന്ന കട്ട് ഫ്രൂട്ട്സുകളിൽ നിന്ന്, അതായത് ഓറഞ്ച്, മുന്തിരി, ആപ്പിള്, പൈനാപ്പിള്, ബനാന, അങ്ങനെ കുറച്ച് കട്ട് ഫ്രൂട്ട്സ് നിങ്ങൾ ചെറിയൊരു ബോൾ നിങ്ങൾ ആദ്യം കഴിക്കുക. ആദ്യം വെള്ളം കുടിക്കുക. പിന്നെ ആദ്യം നിങ്ങൾ കുറച്ച് ഫ്രൂട്ട്സ് വളരെ കുറച്ച് കഴിച്ചാൽ മതി, ഒരുപാട് ലോഡ് നിങ്ങൾ കഴിക്കരുത്. അത് കഴിഞ്ഞ് നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം വെച്ചാൽ നമുക്ക് ഒരു സ്മൂത്തി കഴിക്കണം. നിങ്ങൾ നോമ്പ് തുറക്കുന്നത് സ്മൂത്തിയിലായിരിക്കണം. സ്മൂത്തി അല്ലെങ്കിൽ നിങ്ങൾ പ്രോട്ടീൻ ഷേക്ക്, ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്നായിരിക്കണം. ഇപ്പോൾ നിങ്ങൾ പ്രോട്ടീൻ കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോട്ടീനിലൊരു സ്മൂത്തി തയ്യാറാക്കാം. ഒന്നല്ലെങ്കിൽ പ്രോട്ടീന്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഓട്സ് സ്മൂത്തി അല്ലെങ്കിൽ ബനാന സ്മൂത്തി, ഹൈ കലോറി സ്മൂത്തി നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കുകയും ചെയ്യാം. ഓക്കെ. അതായിരിക്കണം നമ്മളെ നോമ്പ് തുറക്കുന്ന സമയത്ത് നിങ്ങൾ കഴിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിസ്കരിക്കാൻ പോവുക. നിസ്കാരമെല്ലാം കഴിഞ്ഞ് വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു അരമണിക്കൂർ നിങ്ങൾ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുക. അതിന് ശേഷം നമ്മളെ രണ്ടാമത്തെ മീൽ, അതായത് നമ്മൾ നിസ്കാരമെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ കഴിക്കേണ്ടത് റൈസ്. ഇപ്പോൾ എന്താ പറയുക, ഓരോരുത്തരുടെ വീട്ടിൽ ഓരോ രീതിയിലായിരിക്കും. ഇപ്പോൾ കപ്സ ഉണ്ടാക്കുന്നവർ, ബിരിയാണി ഉണ്ടാക്കുന്നവരുണ്ടാവും, പത്തിരി, അങ്ങനെ ഒരുപാട് വിഭവങ്ങളുണ്ടാവും നോമ്പ് തുറക്ക് തന്നെ.
അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഒരുപാടൊന്നും നിങ്ങൾ കഴിക്കേണ്ട. റൈസ് ആണെന്നുണ്ടെങ്കിൽ ഒരു 300 ഗ്രാം കഴിക്കുക, 300-350 ഗ്രാം കഴിക്കുക. പത്തിരിയാണെങ്കിൽ ഒരു 4-5 പത്തിരിയൊക്കെ കഴിക്കുക. അപ്പോൾ എന്ത് കഴിക്കുകയാണെങ്കിലും നമുക്ക് കലോറി കൂടുതൽ വേണം, അതുപോലെ കാർബ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ റൈസ്, പത്തിരി, എന്താ പറയുക, ഈ സ്വീറ്റ് പൊട്ടാറ്റോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡയബറ്റിസ് ഉള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ബ്രൗൺ റൈസ് ഓക്കെ, സ്വീറ്റ് പൊട്ടാറ്റോ ഓക്കെ. ഇനിയിപ്പോൾ PCOD ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ചപ്പാത്തി, റൈസ്, നോർമൽ റൈസ് കഴിക്കേണ്ട, അവർക്കും പറ്റും ബ്രൗൺ റൈസ്, സ്വീറ്റ് പൊട്ടാറ്റോ, ചപ്പാത്തി ഇതൊക്കെ കഴിക്കാൻ പറ്റും. അതേപോലെ തൈറോയ്ഡ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, സ്വീറ്റ് പൊട്ടാറ്റോ, ബ്രൗൺ റൈസ് ഏതെങ്കിലും 2 ചോയ്സ് നിങ്ങൾ സെലക്ട് ചെയ്യാം. ബ്രൗൺ റൈസ് എല്ലാവർക്കും നോർമലി കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും 300-350 ഗ്രാം ബ്രൗൺ റൈസ്, അതിൻ്റെ കൂടെ പ്രോട്ടീൻ അടങ്ങിയ കറി മസ്റ്റായിട്ട് നിങ്ങൾ ആഡ് ചെയ്യണം. ചിക്കനോ ഫിഷോ ചെറുപയറോ കടലയോ പനീറോ എഗ്സോ അങ്ങനെ എന്തെങ്കിലും ഒരു 100 ഗ്രാം വരുന്ന മാതിരി നിങ്ങൾ എന്ത് ചെയ്യുക, എടുക്കുക. അതേപോലെ വെജിറ്റബിൾസോ ഇമ്പോർട്ടൻ്റ് ആണ്, കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ്. വെജിറ്റബിൾസ് നിങ്ങൾ ആഡ് ചെയ്യുക. അതേപോലെ നമ്മൾ സലാഡ്സ്, കുക്കുംബർ, ക്യാരറ്റ്, ലെറ്റ്യൂസ് അങ്ങനെ എന്തെങ്കിലും ചെറിയൊരു ബോളൂടെ നിങ്ങൾ ആഡ് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് കേടും ആഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ മാക്സിമം എല്ലാ ന്യൂട്രിയൻസും അടങ്ങിയിട്ടുള്ളതായിരിക്കും ഡയറ്റ്. അതേപോലെ കലോറിയും വേണം നമുക്ക്. കലോറി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പിടിച്ചിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞത് റൈസിൻ്റെ കൂടെ പ്രോട്ടീൻ അടങ്ങിയ കറികൾ ഇതിൽ ആഡ് ചെയ്യുക, വെജിറ്റബിൾസ് ആഡ് ചെയ്യുക, സലാഡ്സ് ആഡ് ചെയ്യുക, കേടും ആഡ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മളെ രണ്ടാമത്തെ മീലിൽ നിങ്ങൾ കഴിക്കേണ്ടത്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് PCOD ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ചിക്കൻ മാത്രം ഒഴിവാക്കുക. തൈറോയ്ഡ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ചിക്കനൊക്കെ കഴിക്കുക, ചിക്കന് ഫിഷ് എല്ലാം കഴിക്കുക, കുഴപ്പമില്ല. ഡയബറ്റിസ് ആണെങ്കിലും കഴിക്കുക ഇതൊക്കെ. ഓക്കെ, മത്തി കാര്യങ്ങളൊക്കെ കഴിക്കാം. ഇനിയിപ്പോൾ യൂറിക് ആസിഡ് പോലത്തെ പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾ മത്തി കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. ചിക്കന് കുഴപ്പമില്ല, പ്രോട്ടീന് കൂടുതൽ, അതായത് ചിക്കന് കുഴപ്പമില്ല, ഫിഷ് നിങ്ങൾ കഴിക്കേണ്ട. അങ്ങനെ ചെയ്യുക. ഇനിയിപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, ഇനിയിപ്പോൾ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ ചോദിച്ചാലും മതി. അപ്പോൾ ഇതാണ് നമ്മളെ രണ്ടാമത്തെ മീൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഒരു 10 മണി ആ റേഞ്ചിൽ നമ്മൾ ഏറെക്കുറെ നോമ്പൊക്കെ ആകുമ്പോൾ ഏറെക്കുറെ നിങ്ങളൊരു 10-10:30 അല്ലെങ്കിൽ 11 മണിയാകുമ്പോൾ എല്ലാവരും ഉറങ്ങുന്നവരായിരിക്കും. അപ്പോൾ നമ്മൾ കിടക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ മുമ്പ് നിങ്ങൾ ഒരു സ്മൂത്തി കൂടെ കഴിക്കണം. കാരണം നമ്മളെ വെയിറ്റ് ഒരിക്കലും കുറയാൻ പാടില്ല. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ശ്രമിച്ചേ പറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സ്മൂത്തി കൂടെ കഴിക്കുക. ഒരുപാട് കലോറി വേണമെന്നില്ല, ഒരു ഏറെക്കുറെ ഒരു 750 അല്ലെങ്കിൽ 1000 കലോറി വരുന്ന മാതിരി നിങ്ങൾ കഴിക്കുക. അത് നമ്മളെ ചാനലിലുണ്ട്, ഒരുപാട് സ്മൂത്തികളുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനത് വെക്കാം, അത് നോക്കി നിങ്ങൾ അതേപോലെ ചെയ്താൽ മതി. ഓക്കെ, ഇനിയിപ്പോൾ അറ്റ്ലീസ്റ്റ് സ്മൂത്തി കഴിക്കാൻ പറ്റില്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 3-4 ബ്രൗൺ ബ്രെഡ്, അതിലൂടെ പീനട്ട് ബട്ടർ ആഡ് ചെയ്തിട്ട് അത് കഴിക്കുക. അങ്ങനെ ചെയ്താലും ഓക്കെയാണ്. ഓക്കെ, ഇനിയിപ്പോൾ അതുമല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ നേന്ത്രപ്പഴം ബോയിൽ ചെയ്യുക. ഒറ്റൊരു വലിയ നേന്ത്രപ്പഴം എടുക്കുക, ബോയിൽ ചെയ്യുക. അതിൻ്റെ കൂടെ നിങ്ങൾ 1-2 എഗ്ഗ് കൂടെ കഴിക്കാം, അതും നല്ലതാണ്. അപ്പം നോമ്പ് തുറന്നിട്ടുള്ള ഒരു 3 മീൽസ് നിങ്ങൾ മസ്റ്റായിട്ട് കഴിച്ചിരിക്കണം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ഷോർട്ടായിട്ട് പറയാം, ആദ്യം പ്രോട്ടീൻ ഷേക്ക് അല്ലെങ്കിൽ സാധാ നോർമൽ ഷേക്ക് നിങ്ങൾ സ്മൂത്തി അല്ലെങ്കിൽ കഴിക്കാം ഇഫ്താറിന്, ജസ്റ്റ് നോമ്പ് തുറക്കുന്ന ടൈമിൽ. എന്നിട്ട് നിസ്കാരമെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, മീൽ കഴിക്കുക. മീൽ കഴിഞ്ഞ് പിന്നെ ഒരു 2-2.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മളടുത്ത് ഒരു സ്മൂത്തി കൂടെ കഴിക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂറുള്ളിൽ നിങ്ങൾ ഉറങ്ങാം. അപ്പോൾ ഉറക്കം ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകം തന്നെയാണ്. ഇപ്പോൾ 11 മണിക്ക് ഉറങ്ങിയാൽ പൊലിച്ചൊക്കെ നമ്മൾ എഴുന്നേൽക്കണം. അപ്പോൾ രാത്രി ഉറക്കം കുറവാണ്. അപ്പോൾ രാത്രി കുറവാകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പകൽ ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ എന്തായാലും രാവിലെ നമ്മൾ നോമ്പൊക്കെ എടുത്തതിന് ശേഷം എന്തായാലും ഉറങ്ങുന്നവരായിരിക്കും പകുതി മുക്കാൽ ആൾക്കാരും. അപ്പോൾ അതുകൂടെ നിങ്ങൾ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുക. അതേപോലെ വെള്ളം മസ്റ്റാണ്. വെള്ളം നിങ്ങൾ നിർബന്ധമായിട്ടും കുടിച്ചിരിക്കുക. മാക്സിമം നിങ്ങൾക്ക് നോമ്പ് തുറന്നിട്ടുള്ള എത്ര ഒരു മിനിമം 2 ലിറ്റർ കുടിക്കാൻ പറ്റിയെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ ഇനി നമുക്ക് സുഹൂർ, നമ്മൾ നോമ്പ് പിടിക്കുന്ന ആ ടൈമിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഓവർനൈറ്റ് ഓട്സാണ് നിങ്ങൾക്ക് കുറച്ചുകൂടെ കഴിക്കാൻ എളുപ്പം. പലർക്കും ഓട്സ് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ, ഞാൻ പോലും ഓട്സ് കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. നേരെ മറിച്ച് ഓവർനൈറ്റ് ഓട്സ് ആകുമ്പോൾ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫുൾ ഫാറ്റ് മിൽക്കിൽ തന്നെ ഓവർനൈറ്റ് ഓട്സ്, ഞാൻ അതിൻ്റെ റെസിപ്പി ഞാൻ ചാനലിൽ വെക്കാം. ഓവർനൈറ്റ് ഓട്സ്, അപ്പോൾ ഓട്സിൽ നിങ്ങൾക്ക് ഡ്രൈ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. ഈ ഓവർനൈറ്റ് ഓട്സ് കഴിക്കുക. ഈ ഓട്സിൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യാം, ഇനിയിപ്പോൾ പ്രോട്ടീൻ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു 1 സ്കൂപ്പ് പ്രോട്ടീൻ കൂടെ അതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ മിക്സ് ചെയ്തിട്ട് കഴിക്കാം, പ്രോട്ടീൻ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ഈ റമദാൻ മാസത്ത് പ്രോട്ടീൻ ഉപയോഗിക്കുന്നത് കുറച്ചുകൂടെ നല്ലതാണ്. കാരണം നമുക്ക് അത്രയും കലോറി അച്ചീവ് ചെയ്യാനോ അല്ലെങ്കിൽ പ്രോട്ടീൻ അച്ചീവ് ചെയ്യാനോ ഒരിക്കലും പറ്റൂല. അപ്പോൾ പ്രോട്ടീൻ നല്ലൊരു ചോയ്സാണ്. ഞാനൊക്കെ റമദാൻ മാസത്തിലാണ് കൂടുതലായിട്ട് പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് ആശ്രയിക്കുന്നത്. കാരണം നമുക്ക് വേണ്ടൊരു ന്യൂട്രീഷന് നമുക്ക് കിട്ടില്ല. അപ്പോൾ
ഇപ്പോൾ പ്രോട്ടീൻ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഓവർനൈറ്റ് ജസ്റ്റ് ഓട്സ് ഒരു 80 to 100 ഗ്രാം എടുക്കുക, അതിലൂടെ 1 സ്കൂപ്പ് പ്രോട്ടീൻ ആഡ് ചെയ്യുക, ഒരു ബനാന ആഡ് ചെയ്യുക, എന്തെങ്കിലും ബറീസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അതേപോലെ സ്കിംഡ് മിൽക്ക് ഒരു 200 അല്ലെങ്കിൽ 250 ml സ്കിംഡ് മിൽക്ക്, അല്ലെങ്കിൽ നോർമൽ ലോ ഫാറ്റ് അല്ലെങ്കിൽ ഫുൾ ഫാറ്റാണ് കുറച്ചുകൂടെ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നവർക്ക് നല്ലത്. അപ്പോൾ ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ നിങ്ങൾ ആഡ് ചെയ്യുക, എന്നിട്ട് ഫുള്ള് മിക്സ് ചെയ്യുക, എന്നിട്ട് ജസ്റ്റ് ഫ്രിഡ്ജിൽ കയറ്റി വെക്കുക, എന്നിട്ട് നിങ്ങൾ രാവിലെ അത് കഴിക്കുക. അതാണ് ബെസ്റ്റ്. ഹൈ കലോറിയായി നമുക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ എളുപ്പമാണ്. ഇനിയിപ്പോൾ ഇത് കഴിക്കാനും ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നോർമൽ വീട്ടിലുള്ള റൈസ് ഉണ്ടാവും, തലേ ദിവസത്തെ റൈസ് ഉണ്ടാവും, കപ്സ ബിരിയാണി അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾ 350 ഗ്രാം എടുക്കുക, റൈസ് എടുക്കുക, അതിൻ്റെ കൂടെ ചിക്കനോ ഫിഷോ ബീഫോ മട്ടനോ എന്തെങ്കിലും നിങ്ങൾ ആഡ് ചെയ്യുക, അതും ആഡ് ചെയ്യുക. അതുപോലെ വെജിറ്റബിൾസും നിങ്ങൾ മസ്റ്റായിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ 2 ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് സുഹൂറിൽ. അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെ അധികം ശ്രദ്ധിച്ച് കേൾക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. വർക്കൗട്ടിൽ ഹാഫ് ആൻ അവർ വർക്കൗട്ട് ചെയ്യാം. അതുപോലെ വെള്ളം നിങ്ങളൊരു മിനിമം 2 ലിറ്ററോളം വെള്ളം കുടിക്കാം. അതേപോലെ ഉറക്കം 7 hours നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വളരെയധികം ഈസിയാണ്. എന്തായാലും വെയിറ്റ് ഗെയിൻ ചെയ്യാൻ പറ്റും, വെയിറ്റ് ലോസ് ആവത്തില്ല, ഒരിക്കലും വെയിറ്റ് ലോസ് ആവത്തില്ല. ഓക്കെ, സോ സപ്പോർട്ട് ചെയ്യാം, നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. സ്റ്റേ ട്യൂൺ, മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം.